നമ്മോടൊപ്പം രാകേഷ്, പല സംസ്ഥാനങ്ങളിലും വളരെ വിചിത്രമെന്നൊന്നും പറയാനില്ല, പക്ഷേ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണല്ലോ വരുന്നത്. തമിഴ്നാട്ടിൽ വിചിത്രം തന്നെ പറയാം. അതായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു എക്സിറ്റ് പോൾ പറഞ്ഞെങ്കിലും ആരും വിശ്വസിക്കാതിരുന്ന കാര്യം നടക്കുകയാണ്. എന്താണ് തമിഴ്നാട്ടിലും ബംഗാളിലെ വിശദാംശങ്ങൾ? സനീഷ്, തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തൂക്ക് സഭയ്ക്ക് പോലും സാധ്യതയുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. പ്രതീക്ഷയ്ക്കപ്പുറം വിജയും TVKയും വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുന്നു. 71 സീറ്റുകളിൽ TVK ലീഡ് ചെയ്യുമ്പോൾ 43 ഇടങ്ങളിൽ ADMK, 40 ഇടങ്ങളിലാണ് DMK സഖ്യമുള്ളത്. അതായത് രണ്ടാമത് ഇപ്പോൾ നിലവിലുള്ളത് ADMK സഖ്യമാണ്. DMK സഖ്യം ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും തുടർഭരണം പ്രയോഗിച്ച MK സ്റ്റാലിനും സഖ്യവും ഏതായാലും മൂന്നാമതാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പലരും ചെന്നൈയിൽ മാത്രം ഒതുങ്ങിയേക്കും വിജയ് എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെയല്ല. മൊത്തത്തിൽ തമിഴ്നാട്ടിൽ ആകമാനം ഒരു ഇളക്കമുണ്ടാക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു. അത് സീറ്റുകളായി മാറ്റാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആദ്യ 1.5 മണിക്കൂർ കഴിയുമ്പോൾ വ്യക്തമാകുന്നത്. തീർച്ചയായും വലിയ സാന്നിധ്യമായി വിജയ് തമിഴ്നാട്ടിൽ മാറുകയാണ്. വിജയ് പെരമ്പൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ ആദ്യ വിവരങ്ങൾ അനുസരിച്ച് വിജയ് പിന്നിലാണുള്ളത്. ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് സാഹചര്യം. BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ പൂർണ്ണതോതിലുള്ള കണക്കുകൾ ബംഗാളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അസമിലേക്ക് എത്തുമ്പോൾ അസമിൽ അവിടെ ഒരു BJP തരംഗം പ്രകടമാണ്. ഏതാണ്ട് 80 സീറ്റുകളിലധികം BJP ലീഡ് ചെയ്യുമ്പോൾ 30 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് സഖ്യത്തിന് ഏതായാലും ലീഡ് ചെയ്യാൻ സാധിച്ചത്. ഏതായാലും ഈ എക്സിറ്റ് പോളുകളിൽ നിന്നൊക്കെ പ്രവചിക്കുന്ന വലിയ വ്യത്യാസം ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ പ്രകടമായി കാണുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണ്. സനീഷ്, ശരി.